ഞാൻ ജോലിക്ക് മുമ്പ് അമ്മൂമ്മയെ കാണാൻ വന്നതാണ്. രാവിലെ കുളിച്ചിട്ടിരിക്കുക. അമ്മൂമ്മയുടെ പിറന്നാൾ എന്നാന്ന് ആൾക്കാർ ചോദിച്ചു. എന്നാ? ഈ മാസം. അത് ഡേറ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ മേല. കർക്കിടക മാസത്തിലെ തൃക്കേട്ട ജൂലൈ 27 29 അങ്ങാണ്ടാ. എന്നാ ചെയ്യാനാ ഉദ്ദേശം? എല്ലാരോടും ആലോചിച്ച് ചെയ്യാം. എല്ലാരോടും ഒന്ന് ആലോചിക്കാം. എത്ര വയസ്സാവും? എനിക്കോ 100 കഴിഞ്ഞു. ആ, എത്ര കൊല്ലം മുമ്പ്? എത്ര കൊല്ലം മുമ്പാ 100 കഴിഞ്ഞത്? 106 ഈ മാസം. അടിപൊളി. അമ്മുമ്മ എല്ലാരും പിറന്നാൾ ആശംസിച്ചിട്ടുണ്ട്. എല്ലാരോടും നന്ദി. അവർക്കൊക്കെ ചോറ് കൊടുക്കുമോന്ന് ചോദിച്ചു. ചോറും സദ്യയൊക്കെ കൊടുക്കാവോന്ന് ചോദിച്ചു. കൊടുക്കാവോ? പറ്റുമോ? ഒരു 13 ലക്ഷം പേരുണ്ട്. അയ്യോ, എന്നാ ചെയ്യും? എല്ലാരോടും എൻ്റെ സ്നേഹം പറ. ആ, വയസ്സായ കുറച്ച് പേർക്ക് ആഹാരം കൊടുക്കാം. വയസ്സായ നമുക്ക് പോയി കൊടുക്കാം. കൊടുക്കണേ. കഴിഞ്ഞ കൊല്ലം പിറന്നാളിന് അമ്പലത്തിൽ പോയായിരുന്നോ? നടന്നു പോയോ? പിന്നെ കാറേ കയറിയാ പോയത്? അതെ. ആഹാ, അമ്പലത്തിനകത്തോട്ട് നടന്നു. എന്നിട്ട് കഷ്ടപ്പാടുമായിരുന്നു. എന്നാ കഴിഞ്ഞ കൊല്ലം പ്രാർത്ഥിച്ചത്? അതല്ല, കഴിഞ്ഞ കൊല്ലം എന്നാ പ്രാർത്ഥിച്ചത്? ഈ കൊല്ലം എന്നാ പ്രാർത്ഥിക്കുന്നേ? ഈ കൊല്ലം ഇനി 10 ദിവസം കഴിഞ്ഞാൽ പിറന്നാളാ. എന്നാ പ്രാർത്ഥിക്കുന്നേ? ആയുസ് തരണേന്ന് പ്രാർത്ഥിക്കണം. 10 കൊല്ലം 20 കൊല്ലം കൂടെ കേട്ടോ. 20 കൊല്ലം. അയന്നാ അമ്മൂമ്മയുടെ വിചാരത്തിൽ ഒരാൾ 100 വയസ്സ് വരെ ജീവിക്കുള്ളെന്നാ. 100 വയസ്സൊന്നും അല്ല കേട്ടോ. ഒരാൾക്ക് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം. ആരോഗ്യം മാത്രം മതി. കേൾക്കുന്നുണ്ടോ? എല്ലാം ദൈവമാണ്. ആ, ദൈവം വിളിക്കുമ്പോഴേ പോവുള്ളൂ. നമ്മളല്ല തീരുമാനിക്കുന്നത്. ആ, അത്രേ ഉള്ളൂ. അത് ചിന്തിച്ചാൽ മാത്രം മതി. എന്നിട്ട് സ്വയമേ പറയരുത് കേട്ടോ. നമ്മളല്ല തീരുമാനിക്കുന്നത്.